ആരാണ് ഈ വാദം സ്ഥിരമായി ഉന്നയിക്കുന്നത്? അവരുടെ ഉദ്ദേശം എന്താണ്? നല്ല ഉദ്ദേശത്തോടു കൂടിയാണെങ്കിലും ഈ വാദം എങ്ങനെയാണ് ഒടുവിൽ ബാക്ക് ഫയർ ചെയ്യപ്പെടുന്നത്? ഒരു ഭീകരാക്രമണം ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ യുവാക്കൾ തീവ്രവാദ സംഘടനകളിലേക്ക് ആകർഷിക്കപ്പെടുമ്പോഴോ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്താവനയുണ്ട്: തീവ്രവാദത്തിന് മതമില്ല. പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ISIS പോലെയുള്ള സംഘടനകളിലേക്ക് പോയ യുവാക്കളെ കുറിച്ചുള്ള പഠനങ്ങൾ വരുമ്പോൾ ചില ലിബറൽ ബുദ്ധിജീവികളും രാഷ്ട്രീയക്കാരും ഒരു വാദം ശക്തമായിട്ട് ഉന്നയിക്കാറുണ്ട്: അങ്ങോട്ട് പോയ ഭൂരിഭാഗം പേർക്കും മതത്തെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. അവർ മദ്രസകളിൽ പോയി ഔപചാരികമായി മതം പഠിച്ചവരുമല്ല. അതുകൊണ്ട് ഈ തീവ്രവാദത്തിന് പിന്നിൽ മതമല്ല പ്രശ്നം, മറിച്ച് അവരുടെ സാമൂഹിക സാഹചര്യങ്ങളാണ്. കേൾക്കുമ്പോൾ വളരെ യുക്തിസഹമെന്ന് തോന്നുന്ന എന്നാൽ വലിയൊരു അർദ്ധസത്യം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു വാദമാണിത്. റിക്രൂട്ട് ചെയ്യപ്പെടുന്ന സാധാരണക്കാർക്ക് ആഴത്തിലുള്ള മതപാണ്ഡിത്യമില്ല എന്നത് ഒരു വസ്തുത തന്നെയാണ്. പക്ഷെ അതിന്റെ അർത്ഥം തീവ്രവാദത്തിന് മതത്തിൽ ഒരു പങ്കുമില്ലെന്നാണോ? ആരാണ് ഈ വാദം സ്ഥിരമായി ഉന്നയിക്കുന്നത്? അവരുടെ ഉദ്ദേശം എന്താണ്? നല്ല ഉദ്ദേശത്തോടു കൂടിയാണെങ്കിലും ഈ വാദം എങ്ങനെയാണ് ഒടുവിൽ ബാക്ക് ഫയർ ചെയ്യപ്പെടുന്നത്? ചരിത്രത്തിലെ വസ്തുതകളും അന്താരാഷ്ട്ര പഠനങ്ങളും മുൻനിർത്തി ഈ വീഡിയോയിൽ നമുക്ക് ഈ വാദത്തെ ഒന്ന് പരിശോധിക്കാം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. തീവ്രവാദത്തിന് മതമില്ല എന്ന് വാദിക്കുന്നവർ ആദ്യം കണ്ണടക്കുന്നത് ചരിത്ര യാഥാർത്ഥ്യങ്ങൾക്ക് നേരെയാണ്. ഇതിന് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉദാഹരണമാണ് താലിബാൻ. താലിബാൻ എന്ന പശ്തു വാക്കിന്റെ അർത്ഥം തന്നെ വിദ്യാർത്ഥികൾ എന്നാണ്. വെറും വിദ്യാർത്ഥികളല്ല, പാകിസ്ഥാൻ അഫ്ഗാൻ അതിർത്തിയിലെ യാഥാസ്ഥിക മദ്രസകളിൽ ഇസ്ലാമിന്റെ പ്രത്യയശാസ്ത്രം പഠിച്ച വിദ്യാർത്ഥികളാണ് 1990കളിൽ മുല്ല ഉമറിന്റെ നേതൃത്വത്തിൽ താലിബാൻ രൂപീകരിക്കുന്നത്. 1990കളിൽ സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിന്മാറിയതിനു ശേഷം അവിടെ കടുത്ത ആഭ്യന്തര യുദ്ധവും വൻ അരാജകത്വവും ഉണ്ടായിരുന്നു. ആ സമയത്താണ് മുല്ല ഉമറിന്റെ നേതൃത്വത്തിൽ ഈ വിദ്യാർത്ഥികൾ രംഗത്തിറങ്ങുന്നത്. അവർ സ്വയം അടയാളപ്പെടുത്തിയത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായോ സ്വാതന്ത്ര്യ സമര സേനാനികളായോ അല്ല, മറിച്ച് അഫ്ഗാനിസ്ഥാനിൽ ശുദ്ധമായ ഇസ്ലാമിക ഭരണം, ശരിയ ലോ നടപ്പിലാക്കാൻ ഇറങ്ങി പുറപ്പെട്ട ദൈവത്തിന്റെ സൈന്യമായാണ്. അതുകൊണ്ട് തന്നെ താലിബാന്റെ ഉത്ഭവം തന്നെ 100% മതപരമായ ആശയങ്ങളിൽ നിന്നാണ്. താലിബാന്റെ പ്രവർത്തന രീതി പരിശോധിച്ചാലും നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പരസ്യമായ വധശിക്ഷകളും ചമ്മട്ടിയടിയും കല്ലെറിഞ്ഞു കൊല്ലലുകളും അവർ നടപ്പാക്കിയത് തങ്ങളുടെ മത നിയമങ്ങളുടെ പേരിലാണ്. സ്ത്രീകളുടെ വിദ്യാഭ്യാസവും ജോലിയും പൂർണ്ണമായി നിരോധിച്ചതും സംഗീതവും സിനിമയും വിലക്കിയതും തങ്ങളുടെ മതപരമായ വ്യാഖ്യാനങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. തങ്ങളുടെ പോരാളികളെ അവർ നിലനിർത്തിയത് സാമ്പത്തികമായ ശമ്പളം നൽകിയല്ല, മറിച്ച് അവിശ്വാസികൾക്കെതിരെ വിശുദ്ധ യുദ്ധത്തിൽ അഥവാ ജിഹാദിൽ പങ്കെടുത്താൽ ലഭിക്കുന്ന പരലോക പ്രതിഫലവും സ്വർഗവും വിശ്വസിപ്പിച്ചാണ്. ആ സംഘടനയുടെ ശ്വാസവും അടിത്തറയും തന്നെ മതമാണ്. ഇനി നമുക്ക് ആദ്യം പറഞ്ഞ ISIS റിക്രൂട്ടുകളുടെ കാര്യത്തിലേക്ക് വരാം. ISISലേക്ക് പോയ സാധാരണ പാശ്ചാത്യ യുവാക്കൾക്ക് ഭൂരിഭാഗത്തിനും ആഴത്തിലുള്ള, അതായത് താലിബാൻകാരെ പോലെ മദ്രസ വിദ്യാഭ്യാസമോ മതപാണ്ഡിത്യമോ ഇല്ലായിരുന്നു എന്നത് ശരിയാണ്. ഇതിന് ഏറ്റവും വലിയ തെളിവ് ISISന്റെ താവളങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത അവരുടെ സ്വന്തം റിക്രൂട്ട്മെന്റ് ഫോമുകളാണ്. UNOCT ഈ ഫോമുകൾ വിശദമായി പഠിക്കുകയുണ്ടായി. അതിൽ കണ്ടെത്തിയതനുസരിച്ച് ISISൽ ചേർന്നവരിൽ 70%-ലധികം പേരും തങ്ങളുടെ മതപരമായ അറിവ് വെറും ബേസിക് ആണ് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സിറിയയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്റർനെറ്റിൽ നിന്ന് ഇസ്ലാം ഫോർ ഡമ്മീസ് എന്ന പുസ്തകങ്ങൾ ഓർഡർ ചെയ്തവരുടെ വിവരങ്ങൾ ബ്രിട്ടീഷ് ഇന്റലിജൻസ് ഏജൻസിയും പുറത്തുവിട്ടിട്ടുണ്ട്. മദ്രസകളിൽ പോയി പഠിക്കുമ്പോൾ ലഭിക്കുന്നത് മതത്തിന്റെ ചരിത്രവും നിയമങ്ങളും ഫിഖ്ഹുകളും ഒക്കെയാണ്. എന്നാൽ മതബോധം അഥവാ സ്വത്വബോധം ഉണ്ടാകാൻ വലിയ അറിവിന്റെ ആവശ്യമില്ല. ഞാനൊരു മുസ്ലിമാണ്, മുസ്ലിം ഉമ്മത്തിന്റെ ഭാഗമാണ്, എൻ്റെ ആഗോള മുസ്ലിം ഉമ്മത്തുകൾ പാശ്ചാത്യരാൽ വേട്ടയാടപ്പെടുന്നു, എൻ്റെ സ്വത്വത്തെ സംരക്ഷിക്കാൻ ഞാൻ പോരാടണം എന്ന് വിശ്വസിക്കാൻ മതപാണ്ഡിത്യം വേണ്ട. തീവ്രമായ വികാരബോധം മാത്രം മതി. ഈ ഡിജിറ്റൽ യുഗത്തിൽ സോഷ്യൽ മീഡിയ വഴിയും ഇന്റർനെറ്റ് വഴിയും രൂപപ്പെടുന്ന സൈബർ ഉമ്മത്ത് എന്ന സാഹോദര്യ ചിന്തയാണ് പല യുവാക്കളിലും ഈ കടുത്ത മതബോധം ഉണ്ടാക്കുന്നത്. തങ്ങൾ പ്രതിനിധീകരിക്കുന്ന മതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ പോലും അറിയാതെ ആ മതത്തിന്റെ സംരക്ഷകർ എന്ന വ്യാജബോധത്തിൽ അവർ ആയുധമെടുക്കുന്നു. കുട്ടിക്കാലം മുതൽ വീട്ടിൽ കാണുന്ന ആചാരങ്ങൾ, മാതാപിതാക്കളുടെ സംസാര രീതി, ചുറ്റുപാടുകൾ എന്നിവയിലൂടെയാണ് ഭൂരിഭാഗം പേരിലും ഈ അടിസ്ഥാന മതബോധം രൂപപ്പെടുന്നത്. എന്നാൽ അണികൾക്ക് മതം അറിയില്ലെങ്കിലും അവരെ നിയന്ത്രിക്കുന്ന തലപ്പത്തുള്ള നേതാക്കൾക്ക്
മതം നന്നായിട്ടറിയാം. മതം വളരെ ആഴത്തിൽ പഠിച്ചവർ തന്നെയാണ് എല്ലാ നേതാക്കന്മാരും. ICSന്റെ മുൻ തലവൻ അബൂബക്കർ അൽ ബാഗ്ദാദി ഇസ്ലാമിക് സ്റ്റഡീസിൽ PhD എടുത്ത ആളായിരുന്നു. ഇത്തരം പണ്ഡിതർ പ്രമാണങ്ങളിലെ കടുത്ത വ്യാഖ്യാനങ്ങളെ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ടാണ് അണികളെ വികാരപരമായി ബ്രെയിൻ വാഷ് ചെയ്യുന്നത്. കൊടും ക്രൂരതകൾ ചെയ്യാൻ ഏതൊരു സാധാരണ മനുഷ്യനും മനസാക്ഷിക്കുത്ത് കാണിക്കും. എന്നാൽ ഇത് ദൈവത്തിന്റെ കൽപ്പനയാണെന്നും ഇതിലൂടെ പെട്ടെന്ന് പാപമോചനവും സ്വർഗവും ഉറപ്പാക്കാമെന്നും വിശ്വസിപ്പിക്കുന്നതിലൂടെ ക്രൂരതകൾക്ക് ഒരു ദൈവിക സാധൂകരണം നൽകാൻ മതപരമായ ആശയങ്ങൾക്ക് കഴിയുന്നുണ്ട്. പ്രശസ്ത ജേർണലിസ്റ്റായ ഗ്രേയം വുഡ് തന്റെ പഠനങ്ങളിൽ വ്യക്തമാക്കുന്നത് ഇത്തരം ശക്തമായ ദൈവശാസ്ത്രവാദങ്ങളാണ് ഈ യുവാക്കളെ ഇത്തരം സംഘടനകളിലേക്ക് പൂർണ്ണമായി ആകർഷിക്കുന്നത് എന്നാണ്. അപ്പോൾ നമ്മുടെ പ്രധാന ചോദ്യത്തിലേക്ക് വരാം. റിക്രൂട്ടുകൾക്ക് മതം അറിയില്ല, അതുകൊണ്ട് മതത്തിന് ഇതിൽ പങ്കില്ല എന്ന വാദം ശക്തമായി ഉന്നയിക്കുന്നത് ആരാണ്? പ്രധാനമായും 3 കൂട്ടരാണ് ഈ വാദം ഉന്നയിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടത്. ഒന്ന് ലിബറൽ രാഷ്ട്രീയക്കാരും പാശ്ചാത്യ മാധ്യമങ്ങളുമാണ്. പശ്ചിമേഷ്യയിൽ പാശ്ചാത്യ ശക്തികൾ നടത്തിയ തെറ്റായ സൈനിക ഇടപെടലുകളും യുദ്ധങ്ങളും മൂലം തകർന്നടഞ്ഞ സാമൂഹ്യ വ്യവസ്ഥിതിയാണ് തീവ്രവാദത്തിന് വളമായത്. കൂടാതെ തങ്ങളുടെ രാജ്യങ്ങളിലെ കുടിയേറ്റക്കാരായ യുവാക്കൾ നേരിടുന്ന വംശീയതയും പാർശ്വവൽക്കരണവും പരിഹരിക്കാൻ ഭരണകൂടങ്ങൾക്ക് കഴിഞ്ഞതുമില്ല. ഈ ആഭ്യന്തര വിദേശ നയ പരാജയങ്ങൾ മറച്ചുവെക്കാൻ പ്രശ്നം കേവലം ചില വ്യക്തികളുടെ അറിവില്ലായ്മയോ മനഃശാസ്ത്രപരമായ പ്രശ്നമോ മാത്രമാണെന്ന് ഇവർ വരുത്തി തീർക്കുന്നു. രണ്ടാമത്തെ കൂട്ടർ ചില അക്കാദമിക് ഗവേഷകരും സോഷ്യോളജിസ്റ്റുകളുമാണ്. തങ്ങളുടെ ഇന്റലക്ച്വൽ അഹങ്കാരം കൊണ്ട് സങ്കീർണമായ മനഃശാസ്ത്രത്തെയും പ്രത്യയശാസ്ത്രങ്ങളുടെ സ്വാധീനത്തെയും പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയാതെ പ്രശ്നങ്ങളെ തങ്ങൾക്ക് പരിചിതമായ സാമ്പത്തിക സാമൂഹിക കാരണങ്ങളുടെ ചട്ടക്കൂടിലേക്ക് മാത്രം ഒതുക്കാൻ ഇവർ ശാഠ്യം പിടിക്കുന്നു. മൂന്നാമത്തെ കൂട്ടർ മുസ്ലിം സമൂഹത്തിനു ഉള്ളിൽ തന്നെയുള്ള ഗ്രൂപ്പുകളാണ്. അവർ തീവ്രവാദികൾക്ക് മതമില്ല, അവർ തീവ്രവാദികൾ മതത്തിൽപ്പെട്ടവരല്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം പ്രതിരോധിക്കാനും അതുവഴി ഉണ്ടായേക്കാവുന്ന സമൂഹത്തിൽ നിന്ന് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെ നേരിടാനുമാണ് അവർ ഇത്തരം വാദം ഉന്നയിക്കുന്നത്. ഇത്തരം ആളുകൾ തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടകൾക്കോ അല്ലെങ്കിൽ തങ്ങൾക്കാണ് ഏറ്റവും വലിയ വിവരമെന്ന അഹങ്കാരത്തിലോ ആയിരിക്കാം ഈ വാദങ്ങൾ ചമക്കുന്നത്. ഗ്രൗണ്ടിലെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെയുള്ള ഇവരുടെ ഇത്തരം തിയറികൾ യഥാർത്ഥത്തിൽ വലിയ രീതിയിലാണ് ബാക്ക്ഫയർ ചെയ്യുന്നത്. ഒന്നാമതായി ഇത് ഡീറാഡിക്കലൈസേഷൻ പ്രക്രിയയെ തകർക്കുന്നു. പ്രശ്നം കേവലം തൊഴിലില്ലായ്മയോ സാമൂഹികമായ ഒറ്റപ്പെടലോ മാത്രമാണെന്ന് കരുതിയാൽ തീവ്രവാദികൾ യുവാക്കളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മതപരമായ പ്രശ്നങ്ങളെ തിരിച്ചറിഞ്ഞ് മതപരമായ തിരുത്തലുകളിലൂടെ യുവാക്കളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധിക്കില്ല. മതം പ്രശ്നമേയല്ല എന്ന് പറയുമ്പോൾ അത്തരം തിരുത്തലുകൾക്ക് പ്രസക്തിയില്ലാതാകുന്നു. റിക്രൂട്ട്മെന്റുകൾ തടയാൻ കഴിയാതെ വരികയും ചെയ്യും. രണ്ടാമതായി ഇത് തീവ്രവാദികൾക്ക് കൂടുതൽ എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാനാകുന്നു. മതത്തിന് പങ്കില്ലെന്ന് നമ്മൾ വാദിക്കുമ്പോൾ തീവ്രവാദികളുടെ ക്രൂരമായ വ്യാഖ്യാനങ്ങളെ ചോദ്യം ചെയ്യാനും പൊതുസമൂഹത്തിൽ തിരുത്താനുമുള്ള ശ്രമങ്ങൾ ഇല്ലാതെയാകുന്നു. ഇത് തീവ്രവാദ സംഘടനകളുടെ നേതൃത്വത്തിന് യാതൊരു പ്രതിരോധവുമില്ലാതെ തങ്ങളുടെ ആശയങ്ങൾ യുവാക്കളുടെ മനസ്സിലേക്ക് കുത്തിവെക്കാൻ കൂടുതൽ എളുപ്പമാക്കി മാറ്റുന്നു. മൂന്നാമതായി ഒരു ഭീകരാക്രമണം ഉണ്ടാകുമ്പോൾ തീവ്രവാദികൾ പരസ്യമായി മതചിഹ്നങ്ങളും മുദ്രാവാക്യങ്ങളും ഉപയോഗിക്കുന്നത് പൊതുസമൂഹം വ്യക്തമായി കാണുന്നുണ്ട്. അപ്പോൾ ഇതിന് മതവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് വാദിക്കുമ്പോൾ പൊതുജനത്തിന് അത് കപടതയായോ യാഥാർത്ഥ്യം മൂടിവെക്കുന്നതായോ തോന്നും. ഇത് തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകൾക്ക് കാര്യങ്ങൾ എളുപ്പമാക്കും. അവർ സാധാരണ ജനങ്ങളോട് കണ്ടോ അവർ സത്യം മൂടിവെക്കുകയാണ് എന്ന് പറയും. ഇത് സാധാരണക്കാരായ മുസ്ലിം സമൂഹത്തോട് പൊതുസമൂഹത്തിന് സംശയവും അകൽച്ചയും കൂട്ടാൻ മാത്രമേ ഉപകരിക്കൂ. മതം പ്രശ്നമേയല്ല എന്നും മതം മാത്രമാണ് പ്രശ്നമെന്നും പറയുന്നത് ഒരുപോലെ പ്രശ്നകരമായിട്ടുള്ള ഒരു വാദമാണ്. തീവ്രവാദത്തെയും തീവ്ര ചിന്താഗതികളെയും വിശകലനം ചെയ്യുമ്പോൾ ഈ രണ്ട് തീവ്ര നിലപാടുകളും ഒരുപോലെ അപകടകരമാണ്. പ്രശ്നത്തെ അതിൻ്റെ പൂർണ്ണതയിൽ കാണാൻ അനുവദിക്കാതെ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ് ഈ രണ്ട് വാദങ്ങളും ഉന്നയിക്കുന്നവർ ചെയ്യുന്നത്. തീവ്രവാദികൾക്ക് കൊടും ക്രൂരതകൾ ചെയ്യാൻ ദൈവിക സാധൂകരണം അഥവാ ഡിവൈൻ സാങ്ഷൻ നൽകുന്നത് മതപരമായ പ്രത്യയശാസ്ത്രങ്ങളാണ്. മതം പ്രശ്നമേയല്ല എന്ന് വാദിക്കുമ്പോൾ ആ പ്രത്യയശാസ്ത്രത്തെ തിരുത്താനുള്ള അഥവാ നേരത്തെ പറഞ്ഞ ഡീറാഡിക്കലൈസേഷനെ ശ്രമങ്ങളെ ഇല്ലാതാക്കുന്നു. തീവ്രവാദികൾ തങ്ങളുടെ ലക്ഷ്യത്തിനായി ഉപയോഗിക്കുന്ന ആശയങ്ങളെ വെല്ലുവിളിക്കാതിരുന്നാൽ അവർക്ക് കൂടുതൽ എളുപ്പത്തിൽ യുവാക്കളെ ആകർഷിക്കാൻ കഴിയും. ഇത് രോഗത്തിന്റെ യഥാർത്ഥ കാരണത്തെ അവഗണിക്കുന്നതിന് തുല്യമാണ്. മതം മാത്രമാണ് പ്രശ്നം എന്ന് പറയുന്നതും അപകടകരമാണ്.
ഭൗതിക സാഹചര്യങ്ങളെയും രാഷ്ട്രീയ പശ്ചാത്തലങ്ങളെയും പൂർണ്ണമായി തള്ളിക്കളഞ്ഞ് എല്ലാം മതഗ്രന്ഥത്തിൽ എഴുതി വച്ചിരിക്കുന്നത് കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ് എന്ന് വാദിക്കുന്നത് അപകടമാണ്. കാരണം താലിബാന്റെയോ ഐസിസിന്റെയോ ഉദയത്തിന് പിന്നിൽ കേവലം മതഗ്രന്ഥങ്ങൾ മാത്രമല്ല ഉള്ളത്. അവിടെ നടന്ന വിദേശാധിനിവേശങ്ങൾ, ഭരണകൂടങ്ങളുടെ തകർച്ച, കടുത്ത ദാരിദ്ര്യം, യുവാക്കൾ അനുഭവിക്കുന്ന ഐഡന്റിറ്റി ക്രൈസിസ്, വംശീയമായ വിദ്വേഷങ്ങൾ, വിവേചനങ്ങൾ എന്നിവയെല്ലാം ചേർന്നാണ് തീവ്രവാദത്തിന് വളക്കൂറുള്ള മണ്ണൊരുക്കുന്നത്. ഈ ഭൗതിക സാഹചര്യങ്ങളെ കാണാതെ മതം മാത്രമാണ് പ്രശ്നമെന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക സമൂഹത്തിന് നേരെയുള്ള മൊത്തത്തിലുള്ള വിദ്വേഷമായി മാറുകയും പ്രശ്നത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ പരിഹാരങ്ങൾ അടയുകയും ചെയ്യും. ഒന്നാമത്തെ വാദം പ്രത്യയശാസ്ത്രപരമായ തിരുത്തലുകളെ തടയുമ്പോൾ രണ്ടാമത്തെ വാദം സാമൂഹിക രാഷ്ട്രീയമായ തിരുത്തലുകളെ തടയുന്നു. ചുരുക്കത്തിൽ തീവ്രവാദം എന്നത് പ്രത്യയശാസ്ത്രവും സാമൂഹിക സാഹചര്യങ്ങളും ഒത്തുചേരുമ്പോഴുണ്ടാകുന്ന ഒരു സങ്കീർണ പ്രതിഭാസമാണ്. ഇതിലേതെങ്കിലും ഒരു വശം മാത്രം പിടിച്ച് വാദിക്കുന്നത് അന്ധതയാണ്. തീവ്രവാദത്തിൽ കേവലം സാമൂഹിക സാഹചര്യങ്ങൾ മാത്രമല്ല, മതപരമായ പ്രത്യയശാസ്ത്രങ്ങളും പ്രധാന പങ്ക് വഹിക്കുന്നു എന്ന് തെളിയിക്കുന്ന അന്താരാഷ്ട്ര പഠനങ്ങളും ചിലതുണ്ട്. അത്തരം ചില പഠനങ്ങളുടെ പേരുകൾ ഒന്ന് പറഞ്ഞു പോകാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാവുന്നതാണ്. ആദ്യത്തേത് ടോണി ബ്ലെയർ ഫെയ്ത്ത് ഫൗണ്ടേഷൻ നടത്തിയ സെന്റർ ഓൺ റിലീജിയൻ ആൻഡ് ജിയോ പൊളിറ്റിക്സ് എന്ന് പറയുന്ന പഠനമാണ്. ഈ പഠനത്തിൽ കണ്ടെത്തിയത് സിറിയയിലെയും ഇറാഖിലെയും 60% വരുന്ന തീവ്രവാദ ഗ്രൂപ്പുകളുടെയും ലക്ഷ്യങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ഒന്നു തന്നെയായിരുന്നു എന്നാണ്. വംശീയതയോ സ്വത്ത് തർക്കമോ അല്ല അവരെ നയിച്ചത്, മറിച്ച് അങ്ങേയറ്റം കടുംപിടുത്തമുള്ള സലഫി ജിഹാദി ഇസ്ലാമിക പ്രത്യയശാസ്ത്രമായിരുന്നു അവരുടെ പൊതുവായ ഇന്ധനം എന്നാണ് ഈ പഠനത്തിലൂടെ കണ്ടെത്തിയത്. ലിങ്ക് ഞാൻ താഴെയിടാം. പ്രശസ്ത ജേർണലിസ്റ്റായ ഗ്രേയം വുഡ് ഐസിസ് പോരാളികളുമായും അവരുടെ അനുഭാവികളുമായും നടത്തിയ ആഴത്തിലുള്ള അഭിമുഖങ്ങൾക്ക് ശേഷം എഴുതിയ പഠനമാണ് വാട്ട് ISIS റിയലി വാണ്ട്സ്. ഐസിസ് കേവലം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല എന്നും ഇസ്ലാമിന്റെ ആദ്യകാല നൂറ്റാണ്ടുകളിലെ നിയമങ്ങളും പ്രവാചക വചനങ്ങളും അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്ന അതിതീവ്രമായ ഒരു ദൈവശാസ്ത്ര പ്രസ്ഥാനമാണെന്നുമാണ് അദ്ദേഹം ഈ പഠനത്തിലൂടെ വ്യക്തമാക്കുന്നത്. ഫ്രഞ്ച് സോഷ്യൽ സയന്റിസ്റ്റായ ഒലിവിയർ റോയിയുടെ ദ ജിഹാദ് ആൻഡ് ഡെത്ത് എന്ന പഠനപ്രകാരം പാശ്ചാത്യ രാജ്യങ്ങളിലെ യുവാക്കൾക്ക് വലിയ മതവിജ്ഞാനം ഇല്ലായിരുന്നു എന്നത് ശരിയാണ്. എന്നാൽ അവർക്ക് തങ്ങളുടെ ഉള്ളിലെ ദേഷ്യത്തിനും കലാപ ചിന്തകൾക്കും ഒരു വിശുദ്ധ രൂപം നൽകാൻ ലഭിച്ച ഏറ്റവും ശക്തമായ ആഗോള ബ്രാൻഡാണ് ഇസ്ലാമിക് ജിഹാദ് എന്ന്. മതം നൽകുന്ന ആ സ്വത്വബോധമില്ലാതെ ഈ തീവ്രവാദം സാധ്യമേ അല്ല എന്നുമാണ് ഒലിവർ റോയ് വ്യക്തമാക്കുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ മതം പ്രശ്നമേയല്ല എന്ന് പറയുന്നതും മതം മാത്രമാണ് പ്രശ്നമെന്ന് പറയുന്നതും ഒരുപോലെ അപകടകരമായ രണ്ട് തീവ്ര നിലപാടുകളാണ്. പ്രശ്നത്തെ അതിന്റെ പൂർണ്ണതയിൽ കാണാൻ അനുവദിക്കാതെ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ് ഈ രണ്ട് വാദങ്ങളും ചെയ്യുന്നത്. മതം പ്രശ്നമേയല്ല എന്ന് വാദിച്ചാൽ തീവ്രവാദികൾ യുവാക്കളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ പ്രത്യയശാസ്ത്രപരമായ വ്യാഖ്യാനങ്ങളെ ഒരിക്കലും നിർവീര്യമാക്കാൻ കഴിയില്ല. അത് രോഗത്തിന്റെ യഥാർത്ഥ കാരണത്തെ അവഗണിക്കുന്നതിന് തുല്യമാണ്. എന്നാൽ അതേസമയം മതം മാത്രമാണ് പ്രശ്നം എന്ന് പറഞ്ഞ് അന്ധമായ വിദ്വേഷം പ്രചരിപ്പിക്കുന്നതും അത്ര തന്നെ അപകടകരമാണ്. കാരണം താലിബാന്റെയോ ഐസിസിന്റെയോ ഉദയത്തിന് പിന്നിൽ കേവലം മതഗ്രന്ഥങ്ങൾ മാത്രമല്ല ഉള്ളത്. അവിടെ നടന്ന വിദേശ അധിനിവേശങ്ങൾ, ഭരണകൂടങ്ങളുടെ തകർച്ച, കടുത്ത ദാരിദ്ര്യം, യുവാക്കൾ അനുഭവിക്കുന്ന ഐഡന്റിറ്റി ക്രൈസിസ് എന്നിവയെല്ലാം ചേർന്നാണ് തീവ്രവാദത്തിന് വളക്കൂറുള്ള മണ്ണൊരുക്കിയത്. ഈ ഭൗതിക രാഷ്ട്രീയ പശ്ചാത്തലങ്ങളെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞാൽ നമ്മൾ വലിയ ഒരു ജനവിഭാഗത്തെ മൊത്തത്തിൽ ശത്രുക്കളായി കാണുന്ന വലിയൊരു അബദ്ധത്തിലേക്ക് ചാടും. ചുരുക്കത്തിൽ തീവ്രവാദം എന്നത് തീവ്രമായ ഒരു പ്രത്യയശാസ്ത്രവും അതിന് വളരാൻ സാഹചര്യമൊരുക്കുന്ന സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷവും ഒത്തുചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സങ്കീർണ പ്രതിഭാസമാണ്. ഇതിലേതെങ്കിലും ഒരു വശം മാത്രം പിടിച്ചു വാദിക്കുന്നത് ഭൗതിക സത്യസന്ധതയില്ലായ്മയും ഭൗതിക അന്ധതയുമാണ്. ശക്തമായ മതബോധവും എന്നാൽ കുറഞ്ഞ മതവിജ്ഞാനവുമുള്ള യുവാക്കളെ ഈ പ്രത്യയശാസ്ത്രം എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് അതിന് പിന്നിലെ സാമൂഹിക സാഹചര്യങ്ങളെ കൂടി തിരുത്താൻ ശ്രമിക്കുമ്പോഴേ ഈ ദുരന്തത്തിന് ഒരു അറുതി ഉണ്ടാവുകയുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ചെയ്യുക. വീഡിയോ കണ്ടതിന് നന്ദി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.